മകന്റെ ലഹരി കേസിൽ തന്നെ വ്യക്തിപരമായി ചില ചാനലുകൾ ആക്രമിച്ചെന്ന് പ്രതിഭ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മീഡിയ വൺ ചാനലും ജനം ചാനലും ടാർഗറ്റ് ചെയ്താണ് പ്രവർത്തിച്ചത്. മകൻ ചെയ്യാത്ത കാര്യം പറഞ്ഞാണ് വാർത്ത നൽകിയത്. കഞ്ചാവുമായി മകൻ പിടിയിലെന്നാണ് വാർത്തകൾ വന്നത്. അങ്ങനെ ഒരു കേസ് തന്നെയില്ല. മകന്റെ ചിത്രം വരെ നൽകിയാണ് വാർത്ത നൽകിയതെന്നും MLA കുറ്റപ്പെടുത്തി. മകനുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ വ്യക്തിപരമായി ചില മാധ്യമങ്ങൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്രതിഭ MLA വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. മകന്റെ ചിത്രം വരെ നൽകിയാണ് ഇവർ വാർത്തകൾ നൽകിയത്. പാർട്ടിയെ കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. 2 ചാനലുകളും ചില ഓൺലൈൻ മാധ്യമങ്ങളും തന്നെയും പാർട്ടിയെയും നിരന്തരം വേട്ടയാടി. കൂട്ടം കൂടിയിരിക്കുമ്പോൾ അതിൽ ചിലർ തെറ്റ് ചെയ്താൽ എല്ലാവർക്കുമെതിരെ കേസെടുക്കുന്നത് സ്വാഭാവികമാണ്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ മാറ്റിയത് തന്റെ ഇടപെടലല്ല. ഈ വിഷയം മന്ത്രി രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബിപിൻ സി ബാബു തന്നെ BJP-യിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ബിപിൻ എന്തു പറയാവുന്ന പാർട്ടിയിലാണല്ലോ ഇപ്പോൾ. എന്നാൽ എന്റെ പാർട്ടി അങ്ങനെയല്ലെന്നും MLA പറഞ്ഞു. ഞാൻ പറഞ്ഞ വാർത്തയിലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ 1-2 വാക്കുകൾ എടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു ക്യാമ്പയിൻ 2 പ്രധാനപ്പെട്ട കേരളത്തിലെ 2 ചാനലുകൾ ഞാൻ പറയാൻ എനിക്കൊരു മടിയില്ല. 2 ചാനലുകൾക്കും വ്യക്തമായ ചില അജണ്ടയുള്ള മാധ്യമങ്ങളാണ്. അതിൽ നിങ്ങളിപ്പോൾ ഈ പത്രപ്രവർത്തനം ഇനി ഒരു സമ്മേളനം ഒരു വാദമാക്കരുത്. അതിലൊന്ന് ജനം TVയും ഒന്ന് മീഡിയ വണ്ണും ആയിരുന്നു. മകൻ്റെ ചിത്രങ്ങൾ സഹിതം കൊടുത്ത വാർത്ത നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട്. അവർ പറയുന്ന അറയ്ക്കുന്ന ഭാഷയിലാണ് പലരും. നല്ല ബിപിൻ സി ബാബു എന്നെ ക്ഷണിച്ചിട്ടില്ല. അത് മാധ്യമങ്ങളിലൂടെ അല്ലേ? ബിപിൻ സി ബാബു ഫേസ്ബുക്കിലൂടെ എഴുന്നൊക്കെ എനിക്കിപ്പോൾ അതിന് ആൻസർ പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിപിൻ സി ബാബു ഞങ്ങളുടെ പാർട്ടി നടപടിയെടുത്ത് പുറത്ത് നിൽക്കുന്ന ആളാണ്. അതിനുശേഷം ബിപിൻ സി വേറെ പാർട്ടിയിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ബിപിൻ സിക്ക് എന്തും പറയാം. കാരണം ആ പാർട്ടിയിൽ എന്തും പറയാം. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പുര വെട്ടുമ്പം നമ്മുടെ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു രീതിയാണ്. അതിന് വാഴ വെട്ടുന്നു, വാഴയുടെ കൊലയെടുക്കുന്നു, കൂമ്പെടുക്കുന്നു, എല്ലാം എടുക്കുന്നുണ്ട്. MLA-യും മകനെയും നിരന്തരം വേട്ടയാടുകയാണെന്ന് CPM നേതാക്കളും കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ, CPM ഏരിയ സെക്രട്ടറി B അബിൻ ഷാ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P ഗാനകുമാർ, P അരവിന്ദോക്ഷൻ, ഷെയ്പി ഹാരിസ് എന്നിവരും പങ്കെടുത്തു. കഞ്ചാവുമായി പ്രതിഭയുടെ മകൻ പിടിയിലെന്നല്ലേ ചാനലുകൾ ചെയ്തത്? അതല്ലായിരുന്നു നിങ്ങളുടെ ബ്രേക്കിങ്? മോശമാക്കുന്ന രീതിയിലുള്ളൊരു കേസ് അല്ലല്ലോ. നിങ്ങൾ എഴുതിയതാ മോശമാക്കുന്ന കേസ്. സ്മോക്ക് ചെയ്തു അല്ലെങ്കിൽ കൂട്ടത്തിലിരുന്നു സ്മോക്ക് ചെയ്തു എന്ന് സംശയിക്കുന്നു എന്ന് പറയുന്ന മോശമായ ഒരു കേസാണോ? ഈ കാലത്ത് കുട്ടികൾ ചിലപ്പോൾ സ്മോക്ക് ചെയ്യത്തില്ലേ? എന്റെ മുന്നേ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തിരുത്തണം. പക്ഷെ നിങ്ങൾ പറഞ്ഞ എന്താ? കഞ്ചാവുമായി കുട്ടി പിടിയിലായെന്നാ. നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാ പറയുന്നത്. ആ കേസ് ഇല്ല, അങ്ങനെ ഒരു കേസ് ഇല്ല. ന്യൂസ് ബ്യൂറോ, കായംകുളം.